ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പാടത്ത് പോകാൻ പോവാണ്. പാടത്ത് നെല്ല് കൊഴിക്കുന്ന വണ്ടി ഉണ്ടായിരുന്നു. അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ പോയി നോക്കുമ്പോൾ അവിടെ വണ്ടിയൊന്നും ഇല്ല ഗൈസ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായിട്ടുണ്ട്. മോനൂസ് തുള്ളിച്ചാടിയാണ് പോകണം. അവന് നല്ല സന്തോഷമുണ്ട്. കാരണം അവൻ കുറേ ദിവസമായി പറയുന്നു പോകണം. അപ്പോൾ അങ്ങനെ പോയതാണ്. ഞാനും എൻ്റെ അമ്മയും മോനൂസും കണ്ണനുമാണ് പോണത്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഇടത് ഭാഗത്തായിട്ടൊരു കിണറുണ്ട്. അവിടേക്കൊക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ കണ്ണനും കൂടെ വന്നപ്പോൾ അവൻ്റെ ബാക്കിൽ മോനൂസും വന്നു. മോനൂസ് അമ്മേനെ വിളിക്കുകയാണ്. അമ്മ വാ 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 അങ്ങനെ കാരണം പറഞ്ഞാണ്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കി. മോനൂസിന് കാണാൻ കഴിയില്ല. അപ്പോൾ അമ്മ പൊന്തിച്ച് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എവിടെയും നെല്ലൊന്നുമില്ല. നെല്ല് ചില ഭാഗത്തേക്ക് ഒഴിക്കാത്തതുണ്ട്. അപ്പം അവിടേക്കൊക്കെ ഞങ്ങൾ പോയി കുറച്ച് നെല്ലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തിന്ന് ഒക്കെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നെല്ലിക്കൊക്കെ ഇറങ്ങി ഓടിക്കളിച്ചൊക്കെ ചെയ്തു. ഞങ്ങൾ കുറേ നേരം നെല്ലിൻ്റെ ആ പുറം ഭാഗത്തുള്ള ആ തോടില്ലേ, അതിന്മേൽക്കൂടെ കുറേ ഓടി നടന്നു ഗൈസ്. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി നോക്കിയിട്ടുണ്ടെന്നു. അവിടെ ഒന്നും നെല്ലില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കുറേ നെല്ലുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഓടിയൊക്കെ കളിച്ച്. ഇപ്പോൾ മോനൂസ് ഇതാ നെല്ലിൽ ഇറങ്ങുകയാണ് ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. അവന് അതിലിങ്ങനെ വരുമ്പത്തിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. കാരണം കണ്ണം മുന്നിൽ പോകുന്നുണ്ട്. അതും കണ്ടിട്ടാണ് അവൻ പോണത്. ഓൻ എന്താണ് ചെയ്യുന്നത് അതേപോലെയാണ് മോനൂസും ചെയ്യുന്നത്. കണ്ടോ, കണ്ണം കയറിയ പോലെ കയറി നിൽക്കുകയാണ്. എനിക്കൊരു കതിര് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം തിന്നാൻ നോക്കി. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അച്ഛമ്മ പറഞ്ഞിരുന്നു, പണ്ട് പെൺകുട്ടികളെ ചെറിയ കുട്ടികൾ കരയുമ്പോൾ നെല്ല് തൊണ്ടയ്ക്കിട്ട് കൊടുക്കലാണ്. അപ്പോൾ ആ ശ്വാസം കിട്ടാതെ മരിക്കുന്നതാണ് പറയല. അതുകൊണ്ട് ഞാൻ ഒന്നെടുത്താൽ തിന്നൽ. അപ്പോൾ ഒന്നെടുത്താണ്ട് ഒന്ന് പൊട്ടിക്കും. എന്നിട്ട് അത് കയ്യിലെടുത്താണ്ട് തുറന്നാണ്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ അരി എടുത്താണ്ട് തിന്നലാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. ഇപ്പോൾ ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ മോനൂസ് ഇതാ വീണ് കിടക്കണ്. മോന് വീണാലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നോട്ട് പോവില്ല, മുന്നോട്ടാണ് പോകല്. ചെറിയൊരു തെറ്റ് പറ്റി. അപ്പോൾ ഓന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓന് വീണാലൊന്നും ഒരു പ്രശ്നമില്ല. വീട്ടിൽ നിന്ന് വീണാലാണ് ഓന് പ്രശ്നം. ആർത്ത് കരയും. പക്ഷെ ഇവിടുന്ന് വീണാൽ അങ്ങനെയൊന്നുമില്ല. കളിച്ചോ. അങ്ങനെയാണ് മോനൂസ്. ഞങ്ങൾ ആ വരമ്പത്തിൽ കൂടെ ഒക്കെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്ത് സന്ധ്യ ആയപ്പോഴേക്കും വീട്ടിലെത്തി. പിന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. പക്ഷേ ഇവിടെ പൊരിഞ്ഞ് വെയിലാണ്. അതുകൊണ്ട് തന്നെ മോനൂസ് അവിടെ അടുത്തുള്ള ഒരു കിണറിൽ നോക്കി. മോനൂസ് മീനുകളോടൊക്കെ സംസാരിക്കുകയാണ് ഗൈസ്. ഒരു വട്ടാണ് സത്യം പറഞ്ഞാൽ. ഓൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ഈ കിണറിൽ ഇലയും വാട്ടർ ബോട്ടിൽസൊക്കെയാണ്. അപ്പം കൃത്യമായിട്ട് മീനൊന്നും കാണാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി ഒക്കെ ഓടി നടന്ന് ഗൈസ്. കണ്ടോ, ഞാൻ അവിടെയൊക്കെ ഇറങ്ങുകയാണ്. അത് കണ്ടിട്ടാണ് മോനൂസ് വരുന്നത്. കണ്ടോ, മോനൂസ് കളിക്കുകയാണ്. ഓനൊന്നും ഒരു പ്രശ്നമില്ല. ഓൻ ചെരുപ്പിടാതെയാണ് ഓടിയത്. ഇടയ്ക്കെന്ത് സ്ലിപ്പാവണമൊക്കെ ഉണ്ട്, വീഴാൻ പോകണമൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ഞങ്ങൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ചെരുപ്പിടുന്നത് കണ്ടപ്പോൾ ഓനോട് ഞാൻ പോയി പറഞ്ഞ്, മോനൂസേ വാ, ചെരുപ്പിട്ടിട്ട് വാ, നമുക്ക് അപ്പുറത്തെ പാടത്തേക്ക് പോകാം. പിന്നെ അവിടെ ഒരു മണ്ണിട്ട റോഡുണ്ട്. അതിൽക്കൂടെയൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്ന്. പിന്നെ ഞങ്ങൾ ആ നെല്ലൊക്കെ എടുത്ത ഭാഗത്ത് കുറേ ഓടിയൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.